കമ്പനിയെ പ്രതിരോധത്തിലാക്കി ജീവനക്കാരിയുടെ ഇമെയിൽ പുറത്ത്. ജീവനക്കാരിയായ നസീറ കാസി ചെയർമാൻ അയച്ച മെയിലാണ് പുറത്തു വന്നത്. തൊഴിൽ സമ്മർദ്ദം നിരന്തരമാണെന്നും പുറത്തു പറഞ്ഞാൽ പ്രതികാര നടപടി എടുക്കുന്നുവെന്നും മെയിലിൽ പറയുന്നു. അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കമ്പനി ചെയർമാൻ അയച്ച സന്ദേശത്തിന് മറുപടിയായാണ് നസീറ കാസിയുടെ ഇമെയിൽ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഇത്തരത്തിൽ തൊഴിൽ ഇടത്ത് ഉണ്ടായ മാനസിക സമ്മർദ്ദം തന്നെയാണ് ഇവരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് അന്നയുടെ കുടുംബവും പരാതി പറഞ്ഞിരുന്നല്ലോ. ഈ പുതിയ ഇമെയിൽ സന്ദേശത്തിലൂടെ അക്കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുകയല്ലേ ജിജീഷ്? കൂടുതൽ പരാതികളാണ് ഇപ്പോൾ ഇബൈ കമ്പനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കമ്പനിയുടെ തൊഴിൽ പീഡനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരാതികളെല്ലാം തന്നെ. നേരത്തെ അന്നയുടെ സുഹൃത്ത് പ്രതികരിച്ചിരുന്നു. അവരും ഇത്തരത്തിൽ പറയുന്നത് വലിയ തോതിലുള്ള പീഡനങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്, അന്നെ അനുഭവിച്ചത് എന്ന് പറഞ്ഞിരുന്നു. സമാനമായ പരാതികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ നസീറ കാസി ചെയർമാൻ അയച്ച മെയിലിലും പറഞ്ഞിരിക്കുന്നത്. തൊഴിൽ സമ്മർദ്ദം നിരന്തരമാണെന്ന് മെയിലിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി നൽകിയാൽ പ്രതികാര നടപടികൾ ഉണ്ടാകും. അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി ചെയർമാന് അയച്ച സന്ദേശത്തിലാണ് നസീറ കാസി ഇത് വിശദമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നസീറ കാസിക്ക് സമാനമായി കൂടുതൽ ആളുകൾ ഈ ഇത്തരത്തിൽ പരാതികളുമായി രംഗത്ത് വരുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി കമ്പനിയിൽ നിന്ന് ഇത്തരം സമാനമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതിക്കാർ എല്ലാവരും തന്നെ രംഗത്ത് വരികയും ചെയ്യുന്നത്. വിനോദ്, തീർച്ചയായും തൊഴിലിടത്ത് ഉണ്ടായ മാനസിക സമ്മർദ്ദം മൂലം അന്ന എന്ന മലയാളിയായ ഉദ്യോഗസ്ഥ മരിക്കാനിടയായ സാഹചര്യം, ഈ സംഭവത്തിലാണ് കൂടുതൽ ഇമെയിൽ സന്ദേശങ്ങൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.